അല്ല, ഇപ്പൊ ഇതിലിപ്പോ എടുത്തു കളഞ്ഞത് ഇപ്പൊ ആരാണ്? 73 പുസ്തകമുള്ള ആളുകളാണോ അതോ 66 വെട്ടിച്ചുരുക്കിയ ആളുകളാണോ? ആരാണ് ഇപ്പൊ ഇത്? പിന്നെ ഈ എത്യോപ്യന്റെ ബൈബിളില് 86 100 ഒറ്റ പുസ്തകമുണ്ട്. വേറൊരു പുസ്തകമുണ്ട് 86 96 ഇപ്പൊ എത്ര പുസ്തകങ്ങളാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്? നേരത്തെ ആ പെൺകുട്ടി പറഞ്ഞ ഏനോക്കിന്റെ സുവിശേഷം ആരെയും വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാൻ കിട്ടും ആ പുസ്തകം. ഞാന് ഗ്രൂപ്പിലൊരു ലിങ്ക് ഇടാം. ഇവര് വെട്ടിച്ചുരുക്ക മാത്രല്ല, ഇവര് അർത്ഥങ്ങൾ വരെ മാറ്റിയതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള റെഫറൻസ് ഉള്ള ഒരു ലിങ്ക് ഇടുക. അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലിടാം. ഇസ്ലാം വെബ് ഇതാണ് ഹനഫി മദ്ഹബിനെ അനുസരിച്ച് വിധി പറയുന്നവർ എന്ന് അവകാശപ്പെടുന്നവരാണ്. നമുക്കത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നമുക്ക് പറയാനുള്ളതാണ്, സ്വഹീഹ് അല്ലേ, സിഹത്തോട് സ്വീകരിക്കാൻ പറ്റുന്നതല്ലേ, പ്രമാണബദ്ധമല്ലേ, അത് നമുക്ക് സ്വീകാര്യമുള്ളത്. ഏത് വെബ്സൈറ്റ് ആണെങ്കിലും ഏത് ഇതാണെങ്കിലും ഇസ്ലാമിലെ മാനദണ്ഡം സനതാണ്. സനദില്ലാത്ത ഇസ്ലാമിൽ സ്വീകാര്യമല്ല. അത് ഇസ്ലാം വെബിൽ ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ കോട്ടിങ് വന്നിട്ടില്ലെങ്കിൽ പുസ്തകം പോയി പരിശോധിക്കും, ആ പുസ്തകത്തിൽ അതുണ്ടോന്ന് പരിശോധിക്കും. ഖുർആന്റെ രീതിശാസ്ത്രം അങ്ങനെ തന്നെയാണല്ലോ. സൂറത്ത് ഹുജറാത്തിലെ 49-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം എന്താണ്? കൊണ്ടുവരുന്നത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതല്ലോ. ആ ആയത്ത് ഞാൻ ഇവിടെ പിൻ ചെയ്യാം. സൂറത്ത് ഹുജറാത്ത് 49-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം. പേസ്റ്റ് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയണം. അല്ലാഹു തആല എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. എല്ലാ വിഷയങ്ങളിലുള്ള മതവിധിയാണ്. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി, ഒരു ഫാസിഖ് നിങ്ങളുടെ അടുത്തൊരു വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. കാരണം എന്താണ്? അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും നിങ്ങൾ ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖൈദക്കാരായിരിക്കുകയും ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെതിരെ എന്താ പറയാ നിഷേധിച്ചത് കൊണ്ടോ നിങ്ങൾ ആ ഒരു അനീതി പ്രവർത്തിക്കാൻ കാരണമാകരുത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് വാർത്ത കിട്ടിയാലും അതിനെ വ്യക്തമായി അന്വേഷിച്ചറിയണം. അത് ഇസ്ലാമികപരമായിട്ടുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായാലും ശരി, ഇസ്ലാമികപരമല്ലാത്ത ഭൗതികപരമായ വിഷയത്തിലാണെങ്കിലും ശരി, തബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയണം. ഫതബയ്യനു ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇത് വേദക്കാരെ കുറിച്ച് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്താണ്? വേദക്കാർ നിങ്ങളുടെ അടുത്ത് ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അതിനെ അവരുടെ പ്രമാണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയോ പൂർണ്ണമായി കളവാക്കുകയോ ചെയ്യരുത്. അത് പ്രത്യേകിച്ച് അവരുടെ തോറയും ഇഞ്ചിലുമായി ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിച്ചറിയണം. അത് അഹ്ലു സുന്നയുമായി യോജിക്കുന്നതാണെങ്കിൽ സ്വീകരിക്കുക, യോജിക്കാതെ തള്ളിക്കളയുക. മാനദണ്ഡം അഹ്ലു സുന്നയാണ്, സനതാണ്. പറഞ്ഞു. ഞാനൊക്കെ കുറെ കാലം ഖുറാനിക്സ്, അതേപോലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അൽവാഹിദിന്റെ തഫ്സീർ എടുത്തു പറഞ്ഞിരുന്നു, അസ്ബാബുൽ നസ്ല് ഒക്കെ കുറെ റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ശരിക്കും ഒതന്റിക് ആണെന്ന് വിചാരിച്ചു റെഫർ ചെയ്തിരുന്നു. ലേമാൻ എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് ശരിയായത് തെറ്റെന്നുള്ളത്? ഖുറാനിക്സ് അതിൽ എഫേർട്ട് എടുത്തേ പറ്റൂ. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അത്രത്തോളം വലിയൊരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും ദൗത്യമാണ് അത് അന്വേഷിക്കുക എന്നുള്ളത്. ഞാൻ അന്ന് അൽ വാഹിദിയുടെ വിഷയം പറഞ്ഞത് എന്താന്ന് മനസ്സിലായിരുന്നോ? അല്ലല്ല, ഒതന്റിക് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. അതായത് ഇമാം വാഹിദ് റഹിമഹുല്ല, ഇമാം ഷാഫി റഹ്മത്തുള്ളയുടെ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അസ്ബബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ലിസ്റ്റ് 3 വോളിയങ്ങളായിട്ടുള്ള പുസ്തകത്തിന്റെ മുഴുവൻ ലിങ്ക് ഞാൻ ഇവിടെ എത്തിരുന്നു. ഏതാണ്ട് 4500-ലധികം പേജുള്ള പുസ്തകമാണ്, 3 വോളിയമുള്ള പുസ്തകമാണ് ഇമാം അൽ വാഹിദ് റഹിമഹുല്ലയുടെ അറബി ഗ്രന്ഥം. ഓക്കെ,
അതിന് ഇവർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇവർ ഇറക്കി എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരുന്ന പേജിന്റെ പുസ്തകത്തിൽ എത്ര ഉണ്ട്? 170 180 പേജേ ഉള്ളൂ. അതായത് 4500 പേജിലധികം അറബിയിൽ എഴുതപ്പെട്ട ഇമാം വാഹിദ് റഹ്മത്തുള്ളാഹിയുടെ പുസ്തകം ഇവർ പരിഭാഷപ്പെടുത്തിയിട്ട് അതിൽ 140 150 200 പേജുകൾ മാത്രമേ അതിനകത്തുള്ളൂ. അത് ഒന്ന്. രണ്ടാമത്തത് ഇമാം വാഹിദ് റഹ്മത്തുള്ളാഹി ഒരു തഫ്സീർ എഴുതുമ്പോൾ എന്തായാലും ആയത്തുകളുടെ നമ്പർ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് പറയില്ലല്ലോ. സൂറത്ത് നിസായിലെ 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനം വരെയും 1 2 3 4 എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അൽ വാഹിദി എന്ന് പറഞ്ഞ ഇവര് കൊണ്ടുവരുന്ന വാഹിദി തഫ്സീർ എന്ന് പറഞ്ഞ ഇവര് കൊണ്ടുവരുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ 43 കഴിഞ്ഞാൽ പിന്നെ 49 ആണ്, 49 കഴിഞ്ഞാൽ പിന്നെ 51 ആണ്, 51 കഴിഞ്ഞാൽ പിന്നെ 55 അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു പുസ്തകം എന്താണ് ഞാൻ വിചാരിച്ചത് ആയത്തുകൾ മിസ്സാവുമ്പോ അസ്ബാബുൽ നസുൽ ഇല്ലായിട്ടാണ് വിചാരിച്ചിരുന്നത്. ആ പുസ്തകം ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് വിഷയം പറയാലോ. അതിൽ വിഷയം അതിൽ ആയത്തിന് അസ്ബാബുൻ നുസൂലിൽ ആ ആയത്തിന് അവിടെ വിശദീകരണം അത് അവിടെ പരാമർശിക്കാലോ. ആയത്ത് നമ്പർ മൊത്തത്തിൽ മിസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ ഉണ്ട്, എല്ലാ ആയത്തുകളും തഫ്സീർ ഉണ്ട് അല്ലേ? അപ്പൊ അത് ആയത്തുകളെ മിസ് ചെയ്തിട്ടുള്ള തഫ്സീർ ഗ്രന്ഥം ഉണ്ടാവൂല. അല്ലെങ്കിൽ ആയത്തുകൾ ആ ആയത്തിന് സബബ് ഇല്ലെങ്കിൽ, സബബ് നുസൂൽ ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അവർ പരാമർശിക്കപ്പെടും. അതിൽ അങ്ങനെ വിമാനങ്ങളുടെ നിലപാടെന്ന് പരാമർശിക്കാതെ ആയത്തുകൾ മിസ് ഔട്ട് ചെയ്യത്തില്ല. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഇതിനെ ട്രാൻസ്ലേറ്റ് എന്തിലും പോട്ടെ, ഇനി അതൊക്കെ പോട്ടെ, അറബി ഗ്രന്ഥം അതായത് വിശുദ്ധ ഖുർആൻ 600-630 പേജുകളേ ഉള്ളൂ അല്ലെ? അല്ലെ വസീംക? വിശുദ്ധ ഖുർആൻ അറബിക് ടെക്സ്റ്റ് 630 പേജുകളല്ലേ ഉള്ളൂ. 600-630 പേജുകളേ ഉള്ളൂ. ആ 630 പേജുള്ള വിശുദ്ധ ഖുർആനിന്റെ അറബിക് ടെക്സ്റ്റിന് മലയാളത്തിൽ തഫ്സീർ എഴുതിയപ്പോൾ മലയാള അമാനി മൗലയുടെ തഫ്സീർ ആയിക്കോട്ടെ, സമസ്തക്കാരുടെ തഫ്സീർ ആയിക്കോട്ടെ, അത് മിനിമം 3-4 വോളിയമാണ്. 1000-ഓളം പേജുകളുള്ള 3-4 വോളിയമാണ് അല്ലേ? അപ്പൊ 4500 പേജുള്ള അറബിക് തഫ്സീർ അൽ വാഹിദ് റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ എത്ര വോളിയം ഇംഗ്ലീഷിൽ ഉണ്ടാവണം വേറൊരു ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ? ഡബിളോ ട്രിപ്പിൾ ദ സൈസ് വേണ്ടേ? അത് 180 പേജായിട്ട് കുറയോ? ഇല്ല. അപ്പൊ തന്നെ കുറെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പല്ലേ? ലേമനെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ചിട്ട് എടുക്കും. ഞാനൊക്കെ എടുത്തതാണ്, ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അതാണ് പ്രശ്നം. നമ്മൾ ഇതിന്റെ സെൻസിബിലിറ്റി ആലോചിച്ചാൽ ഇമാം അൽ വാഹിദ് റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ എന്ന് വെച്ചാല് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ മറ്റു സാധനം PDF അറബിക് ടെക്സ്റ്റ് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഇത് കിട്ടിയാൽ തന്നെ 10,000-4,000-ഓളം പേജുകളുള്ള പുസ്തകമാണ്. അതിനെങ്ങനെയാണ് ഇവർ അതിനേക്കാൾ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് 180? അപ്പൊ തന്നെ അതിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം. ട്രാൻസ്ലേഷൻസ് എപ്പോഴും എണ്ണം കൂടുക ചെയ്യാം, സൈസ് കൂടുക ചെയ്യാം, സ്വാഭാവികമായിട്ട് കൂടുക ചെയ്യാം. അത് ഇംഗ്ലീഷിലാകുമ്പോ ഇപ്പോ നിങ്ങളെ ഇമാം ഇബ്നു കസീർ റഹിമത്തുള്ളാഹിയുടെ നിങ്ങൾ ഈ ആപ്പിലുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അവര് ഓരോരോ സൂറത്തുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. കാരണം പുസ്തകമായിട്ട് കൊടുക്കാൻ പറ്റൂല, അത്രയും വലിയ PDF ഫയലാണ് ഓരോ സൂറത്തിനും. ശരിയാണ്. അതിൽ തന്നെ അറബിക് ടെക്സ്റ്റിന്റെ മുഴുവനും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടുള്ള തഫ്സീറിൽ പോലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ അറബിക് ടെക്സ്റ്റുമായിട്ട് 100% സിമിലർ ആണെന്നും പറയാൻ പറ്റില്ല. അവിടെ ചില വരികൾ, ചില പാരഗ്രാഫുകൾ ഒന്നും പൂർണ്ണമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു എന്താ പറയാ, ഓൾ ടുഗദർ ക്രക്സ് മാത്രമേ അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് കിട്ടുള്ളൂ. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല, വേർഡ് ടു വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ട്രാൻസ്ലേഷൻ അല്ല. നമ്മൾ ഈ ഹിസ്റ്റോറിക് ബുക്സ് എടുക്കുമ്പോഴേ പല ഡേറ്റ്സും കോൺട്രഡിക്ട് ചെയ്യുന്നത് കാണാം. അതുപോലെ ഇമാം തബരീന്റെ പുസ്തകത്തിൽ ഇമാം തബരീനെ പറയുന്നുണ്ട്, ഞാൻ ഒന്നായിട്ട് എടുത്തതാണ്, ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇബ്ൻ സാദിന്റെ ഇൻട്രൊഡക്ഷനിൽ കാണുന്നുണ്ട് എന്താണ് ചില ഒരു പ്രത്യേക ഹിസ്റ്റോറിയൻ അയാൾ നുണ പറയുന്ന ആൾ മാത്രമാണ് എന്നുള്ളത്. പക്ഷെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നത്
ഡാറ്റ അറിയുന്നത് നല്ലതാണ് എന്നുള്ളത് മാത്രമാണ് നല്ലത്. അതെ അപ്പൊ ഇതിപ്പോ സാധാരണ ഒരു ആൾ ഇൻട്രസ്റ്റ് ഒന്നും വായിക്കരുത്. ഞാൻ വേറൊരു പുസ്തകം പറഞ്ഞ് കേട്ടതാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഇത് എങ്ങനെ സാധാരണ വെരിഫൈ ചെയ്യാൻ പറ്റും? കാരണം ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഇവരൊക്കെ വന്നിട്ട് ഇമാം തബീറിന്റെ ഒരു കഥ പറയാറുണ്ട്. എന്താണ് ദീനിന്റെ വിഷയം വളരെ സിമ്പിൾ ആണ്. ദീനിന്റെ വിഷയം സനതുണ്ടോ, സ്വഹീഹാണോ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഖലാസ്. സനത് പരിശോധിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ മുമ്പിൽ ചെല്ലുക, സനത് സഹിയാന്ന് പരിശോധിക്കുക. കാരണം അതിനാണ് നമ്മളെ ഇസ്ലാമിക ലോകത്ത് എന്താണ് പറഞ്ഞത്, ഊലിൽ അംരി മിൻകും എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്ന എന്തിനാണ്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. ഉലിൽ അംരി മിൻകും എന്ന് ഖുർആനിൽ ആ പ്രയോഗം പ്രയോഗിച്ചത് എന്തിനാണ്? നമ്മൾ സ്വയം പരിശോധിച്ചാൽ എത്തിപ്പെടാത്ത ചില മേഖലകളുണ്ട്. അവിടെ ഇതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരുടെ എന്താ പറയാ സഹായം കൂടിയേ തീരൂ. സ്കോളേഴ്സിനെ മാറ്റി വെച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ പറ്റില്ല. അതിൽ അറിവുള്ള നമുക്ക് നമ്മുടെ ഭാഷാ പരിമിതിയും നമ്മുടെ ഭാഷയെ കുറിച്ചുള്ള അറിവിന്റെ പരിമിതിയും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അതിനപ്പുറം അവിടെ കഴിവുള്ളവരാരാണോ അവരെ സമീപിക്കുക. അതിൽ ഇസ്ലാമിന് തടസ്സമില്ല, അത് സ്വീകരിച്ചേ പറ്റൂ. അവിടെ വിശുദ്ധ ഖുർആൻ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയത്തിനെ സനത് സഹീഹാണെന്ന് പരിശോധിക്കാൻ കഴിവുള്ള അറിവുള്ള പണ്ഡിതന്മാരെ സമീപിച്ചേ പറ്റൂ. അതിൽ നമ്മൾ ഒരു മാനക്കേട് നോക്കേണ്ട ആവശ്യം, ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ആ ആയത്തറിയില്ലേ? യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും അല്ലേ? അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ ഒരു വിഷയത്തിൽ നമ്മൾ വിമർശകരുടെ ഒരു ആരോപണത്തിൽ നമുക്ക് കൃത്യമായി കൊണ്ട് നമ്മുടെ അന്വേഷണത്തിന്റെ പരിമിതിയിൽ അതിന്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്വേഷണം ഇടിച്ചു നിൽക്കുകയാണെങ്കിൽ അതിനപ്പുറം കഴിവുള്ള പണ്ഡിതന്മാരെ ഞാൻ അങ്ങനെ ചെയ്യാം. നമ്മളെല്ലാവരും ഇവിടെ ഈസ സാഹിബ് ഇസ്ലാമിലോട്ട് വരുന്ന സന്ദർഭം പറയുന്നുണ്ട്. മുഹമ്മദ് ഈസ സാഹിബ് അറിയാലോ, മുഹമ്മദ് ഈസ പെരുമ്പാർ ഇസ്ലാമിലേക്ക് വരുന്ന സന്ദർഭം അദ്ദേഹം പുസ്തകവും കിതാബുകളും എടുത്തുകൊണ്ട് പള്ളിയിൽ ചെന്ന് ചമ്മറമടഞ്ഞിരിക്കും അവിടെ അറിയുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ. അത് ചോദിച്ച് പഠിച്ച് മനസ്സിലാകുന്നത് വരെ അവിടെ ഇരുന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുക. അത് ഇസ്ലാമിലേക്ക് വരുന്ന സമയത്താണ്. അപ്പൊ മുസ്ലിങ്ങളായി നമ്മൾ എന്തുമാത്രം പരിശ്രമിക്കണം. വ്യക്തിപരമായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു അതിർത്തി ഉണ്ട്. നമ്മൾ ആ വ്യക്തി അതിനപ്പുറം നമുക്ക് ചാടാൻ നമുക്ക് ഒരു സ്കോളറിന്, ഒരു പണ്ഡിതൻ, ഒരു അറിവുള്ള അതിൽ ആ വിഷയത്തിൽ പരിജ്ഞാനമുള്ള ഒരാളുടെ ഹെൽപ്പ് കൂടിയേ തീരും. അവിടെ നമ്മൾ സമീപിക്കണം. ഇപ്പൊ നമ്മളെ എമുക്കൾ കൊണ്ടുവരുന്ന ആയിക്കോട്ടെ, സംഖ്യകൾ കൊണ്ടുവരുന്ന ആയിക്കോട്ടെ, ഇവിടെ ഞാനിപ്പോ കൊണ്ടുവരുന്നത് ഞാൻ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കണമല്ല. എനിക്ക് എന്റെ ഒരു അന്വേഷണം, എനിക്ക് എവിടെ എന്റെ അറബി ഭാഷയിലെ വിജ്ഞാനത്തിന്റെ അതിന്റെ അളവ്, അതിന്റെ അതിർത്തി, ഇംഗ്ലീഷ് ഭാഷയിൽ എനിക്ക് മനസ്സിലാകുന്ന അതിന്റെ അതിർത്തി, ഈവൻ മലയാളത്തിൽ പോലും ഒരു പാരഗ്രാഫ് വായിച്ചാൽ അതിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ അതിന്റെ അതിർത്തി, അവിടെ എനിക്ക് എവിടെ നിൽക്കുന്നു, ഞാൻ അതിനപ്പുറം കഴിവുള്ള ആളെ ഞാൻ വാട്സപ്പിലാണെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് അത് ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ ക്ലബ് ഹൗസിൽ സംസാരിക്കുള്ളൂ. അല്ലാതെ ഞാൻ സംസാരിക്കില്ല. എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയാൻ ഞാൻ മിണ്ടില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. അത് വലിയ ആയിക്കോട്ടെ, ചിലപ്പോ നമ്മളെക്കാൾ വലിയ ആളോട് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. ചിലപ്പോ എനിക്ക് ചിലപ്പോ അറിയില്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ കൂട്ടുകെട്ടിലുള്ളതോ നമ്മളെക്കാളേറെ നന്നായിട്ട് ഈ ഓൺലൈൻ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ സമീപിക്കേണ്ടി വരും. അവിടെ നമ്മൾ ഉലമാക്കളെ, ആലിമീങ്ങളെ സമീപിക്കാൻ നമ്മൾ അതിൽ ഒരു മടിയും കാണിക്കരുത്. KM എന്ന് പറഞ്ഞ ആള് ഒരു കമന്റ് ഇട്ട് പോയിരുന്നപ്പോ ഇവിടെ താഴെ ഉണ്ടെങ്കിൽ പറയണേ. ഇവിടെ ഇല്ലല്ലോ, നെവിലിക്കോടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, ഇല്ല. അവര് പറഞ്ഞ വാദത്തിന് ഓറിയന്റലിസ്റ്റുകൾ മറുപടി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഓറിയന്റലിസ്റ്റുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റ് മറുപടി 2 പുസ്തകം, ഒന്ന് വില്യം മ്യൂറിന്റെ ഒരു പുസ്തകവും, വില്യം മ്യൂറിന് അടിച്ചിട്ടുണ്ടോ? വില്യം മ്യൂർ സെർച്ച് നോക്കിയേ, ഞാൻ പുസ്തകം തരാം. ആ ബുക്ക് നിങ്ങളെ സെൻഡ് ചെയ്തരാന്ന് പറഞ്ഞിരുന്നു. എന്റെ പേജ് നമ്പർ മെൻഷൻ ചെയ്യാൻ. ഒരു മിനിറ്റ്, വില്യം മ്യൂർ ആരാ സെർച്ച് ചെയ്തേ? അറിയോ വില്യം മ്യൂർ ആരെന്നറിയോ? കിട്ടി. ആരാ? സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ്. സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ്, സ്കോട്ടിഷ് ആൻഡ് ഓറിയന്റലിസ്റ്റ് അല്ലേ? എന്തായാലും ആള് മുസ്ലിം അല്ലല്ലോ. അല്ല. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് എന്ത്, ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം. അതാണ് ഫസ്റ്റ് കാണിച്ചത്. ഫസ്റ്റ് ബുക്ക് പെട്ടെന്ന് കാണിച്ചു. ബുക്കാണ് അവരെ ഫേമസ്, ലൈഫ് ഓഫ് മുഹമ്മദ്.
ഫേമസ് ബുക്കാണ്, വളരെ ഫേമസ് ബുക്കാണ്. അതിന്റെ PDF ഞാൻ ഇവിടെ പിൻ ചെയ്യാം. ഓക്കെ, മഹോമത്ത് ആൻഡ് ഇസ്ലാം അങ്ങനല്ലേ എഴുതിക്കണത്? അതല്ല, ലൈഫ് ഓഫ് മഹോമത്ത് അല്ലേ അങ്ങനെ എഴുതിയത്? അതൊരു മുഹമ്മദ് എന്നാണ് ഫോർ ഫ്രം ഒറിജിനൽ സോഴ്സസ്. ഓക്കെ, കിട്ടി. മുഹമ്മദ് എന്തായാലും അത് ഒറിജിനൽ ബുക്ക്. അതിന്റെ PDF ഞാൻ ഇവിടെ മുകളിൽ പിൻ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, 2 പുസ്തകമാണ്. ഒന്നാമത്തെ പുസ്തകമാണ് ഞാൻ പിൻ ചെയ്യുന്നത്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ലൈഫ് ഓഫ് മുഹമ്മദ് ബൈ വില്യം മുയർ. അത് സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ് ആണ്. നബീലെ, ഞാൻ ഡൗൺലോഡ് ചെയ്തു. ബോസ് ഡൗൺലോഡ് ചെയ്തോ? അതിന്റെ പേജ് നമ്പർ 23. ആദ്യം നമ്മൾ വില്യം മ്യൂർ ആയിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൂപ്പരുടെ പുസ്തകമാണ് ലൈഫ് ഓഫ് മുഹമ്മദ്. അതിന്റെ പേജ് നമ്പർ 23. അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് 23 PDF-ലെ പേജ് നമ്പർ 23 സെർച്ച് ചെയ്താൽ മതി. അതായത് അവിടെ റോമൻ ലെറ്ററിലായിരിക്കും മുകളിൽ എഴുതിയിട്ടുണ്ടാവുക. അതെ, 21, 22, 23. യെസ്. അതിന്റെ ആ പേജ് തുടങ്ങുന്നത് അൽ ഇറാഖ് വാസ് അലാംഡ് അറ്റ് ദ നമ്പർ എന്നല്ലേ തുടങ്ങുന്നത്? യെസ്, ഓഫ് അൽ ഇറാഖ് വാസ് അലാംഡ് അറ്റ് ദ നമ്പർ ഓഫ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ്. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? അത് വായിക്കാം. Recension of Uthman has been handed down to us unaltered. Recension എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യുന്നതിനാണ് റിസെൻഷൻ എന്ന് പറയുന്നത്. റിസെൻഷൻ ഓഫ് ഉസ്മാൻ ഹാസ് ബീൻ ഹാൻഡഡ് ഡൗൺ ടു അസ് അൺആൾട്ടേർഡ്. ഉസ്മാൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതായത് മൂന്നാമത്തെ ഖലീഫയായ, അതായത് ഉസ്മാന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. The recension of Uthman has been handed down to us unaltered. അതായത് ഉസ്മാൻ ക്രോഡീകരിച്ച ഖുർആൻ നമുക്ക് തന്നിരിക്കുന്നത് ചേഞ്ചസ് ഒന്നും ഇല്ലാതെയാണ്. So carefully indeed has it been preserved that there are no variations of importance. അതായത് അത് നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ചെറിയ മൈനർ ചേഞ്ചസ്, അവിടെ ഒരു ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി എന്നല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻസും ഇല്ല. വി മൈറ്റ് ഓൾമോസ്റ്റ് സേ നോ വേരിയേഷൻസ് അറ്റ് ഓൾ. നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ദർ ആർ നോ വേരിയേഷൻസ് ടു ബി ഫൗണ്ട് ഇൻ ദ ഇമ്യൂമറബിൾ കോപ്പീസ് സ്കാറ്റേഡ് ത്രൂ ഔട്ട് ദ വാസ്റ്റ് ബൗണ്ട്സ് ഓഫ് ദ എംപയർ ഓഫ് ഇസ്ലാം. ഇത് നമുക്ക് വേരിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? അതായത് ഈ ഇസ്ലാമിക് എംപയറിൽ സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള ന്യൂമറസ് കോപ്പീസിലെല്ലാം ഇന്ന് നമുക്കിത് മനസ്സിലാക്കാം. To be found in the innumerable copies scattered throughout the vast bounds of the empire of Islam, contending and embittered factions. അതായത് ആ കാലത്ത് നമുക്കറിയാം പല ഫാക്ഷൻസ് അറൈസ് ചെയ്തു വരുന്നു. ഫസ്റ്റ് ഫിത്ന തുടങ്ങാൻ പോകുന്ന സമയമാണ്. Taking their rise in the murder of Uthman himself within a quarter of century from the death of Muhammad, have ever since the rent of Muhammadan world. അതായത് മുഹമ്മദ് നബി മരിച്ചിട്ട് 25 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഫാക്ഷൻസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അൾട്ടിമേറ്റ്ലി ഫാക്ഷൻസിന്റെ റൈവൽറി കാരണം അവസാനം ഖലീഫ തന്നെ മർഡർ ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ യെറ്റ് ബട്ട് വൺ ഖുറാൻ ഹാസ് ബീൻ കറന്റ് എമംഗ്സ് ദം. പക്ഷേ ദർ ഈസ് ഓൺലി വൺ ഖുറാൻ, ഒരു ഖുറാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കൂടി അറിയാവുന്ന. ആൻഡ് ദ consanguineous use by all of the same scripture in every age to the present day is an irrefragable proof that we have now before us the very text prepared by the command of the unfortunate caliph. അതായത് നമുക്ക് എല്ലാവരും എഗ്രി ചെയ്യുന്ന രീതിയിൽ, അതായത് ഇസ്ലാമിലെ തന്നെ പല ഫാക്ഷൻസ്, ഇപ്പൊ ഇസ്ലാമിലെ തന്നെ ഏത് ഫാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം ഒരു ഖുറാനാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ കൺസെന്റേനിയസ് യൂസ് എന്ന് പറയുന്നത്. ബൈ എമംഗ് ദ സെയിം സ്ക്രിപ്ചർ ഇൻ എവറി ഏജ്. അത് ഇന്ന് തുടങ്ങിയതല്ല, തുടങ്ങിയ കാലം മുതലേ എല്ലാ കാലത്തും ഒരു ഖുറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. To the present day is an infragable proof that we have now among us the very text prepared by the command of the unfortunate caliph. അപ്പോൾ എല്ലാ കാലത്തും, അതായത് ഇസ്ലാം തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇസ്ലാമിലെ തന്നെ എല്ലാ ഫാക്ഷൻസും ഉപയോഗിക്കുന്ന ഒരേ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരെണ്ണം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഉസ്മാൻ ക്രോഡീകരിച്ച ഖുറാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. This is probably in the world no other. Yeah, there is probably in this world. There is probably in this world no other work which has been remained 12 centuries with so pure a text. അതായത് ഇന്ന് വരെ ലോകത്ത് ഇങ്ങനെ ഒരു
പ്രിസർവ് ചെയ്യപ്പെട്ട കഴിഞ്ഞ ടെക്സ്റ്റ് 12 നൂറ്റാണ്ടോളം ഇതുപോലെ ആ പ്രിസർവ് ചെയ്യപ്പെട്ട preserve. മറ്റൊരു പുസ്തകമില്ല. The various readings are wonderfully few in number, chiefly confined indeed to differences in the vowel points and diacritical signs. Various readings, അതായത് ഇന്ന് നമുക്ക് പറയുന്ന അഹ്റൂഫ് ഹർഫ് ഇതെല്ലാം പറയുന്നത് വേരിയൻ റീഡിങ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വേരിയൻ റീഡിങ്സ് പല രീതിയിലുള്ള കിറാത്ത് തന്നെ വളരെ കുറവാണ്. ചീഫ്ലി കൺഫൈൻ ഇൻഡീഡ് ടു ദ ഡിഫറൻസ് ഇൻ വോവൽ പോയിന്റ്സ് ആൻഡ് ഡയക്രിറ്റിക്കൽ സൈൻസ്. അത് ആ കൂടി ചിലയിടത്ത് ഒരു വോവൽ അങ്ങോട്ട് മാറി, ചിലയിടത്ത് ഒരു ഡയക്രിറ്റിക്കൽ മാർക്ക് ഇങ്ങോട്ട് മാറി, അതല്ലാതെ മേജർ ഡിഫറൻസുകളൊന്നുമില്ല. ബട്ട് ഉം. ദീസ് ഇൻവെന്റഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ് ക്യാൻ ഹാർഡ്ലി ബി സെറ്റ് ടു എഫക്ട് ദ ടെക്സ്റ്റ് ഓഫ് ഉസ്മാൻ. ഓക്കെ, പക്ഷെ ഇതെല്ലാവരും എഗ്രി ചെയ്യുന്നതാണല്ലോ. ഇതിലിപ്പോ ഉം. എത്ര അല്ല, അതിന് തൊട്ടടുത്ത പാരഗ്രാഫ് തീർന്നിട്ടില്ല. തൊട്ടടുത്ത പാരഗ്രാഫ് തീർന്നിട്ടില്ല. അതിനടുത്ത Okay. പുള്ളിയുടെ കമന്റ് വീണ്ടും തുടരുകയാണ്. ഇപ്പോ Okay. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ആണല്ലോ ഇപ്പോ എന്താ പറയാ വിതർക്കികമായിട്ട് എല്ലാവരും അംഗീകരിച്ചു എന്ന് പറഞ്ഞത്. ഇനി അടുത്ത അതെ. പാരഗ്രാഫിലോട്ട് പുള്ളി മറ്റൊരു പോയിന്റിലേക്ക് പോവാണ്. കേട്ടോളൂ. Okay. Assuming then that we possess unchanged text of Uthman's recension, it remains to inquire whether that text was an honest reproduction of Zaid's. ആ ഇവിടെ സയ്യിദ് എന്ന് ഉദ്ദേശിക്കുന്ന സയ്യിദ് ബിൻ ഏത് സാബിത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കർ സയ്യിദ് റളിയല്ലാഹുവിന്റെ ബിൻ സാദ്. കൽപ്പന ഓക്കെ പ്രകാരം ഓക്കെ ആ അതായത് ആ മറ്റേ അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ച ആള്. അതെ, അതുമായിട്ട് ഇതിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, വ്യത്യാസമുണ്ടോ? അതായത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ 25 വർഷത്തിനുള്ളിൽ ഉസ്മാൻ അള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രിന്റ് ചെയ്ത ഖുർആനെ കുറിച്ചാണ് ഇപ്പോ 12 നൂറ്റാണ്ടുള്ള ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞത്. ഈവൻ ഓക്കെ ഈ ഖിറാഅത്തിലും ഹർഫിലും വ്യത്യാസങ്ങൾ ഉൾപ്പെടെ പ്രിസർവ് ചെയ്തിട്ടും അതിന് മാറ്റമില്ല. ഇനി അടുത്തത് അദ്ദേഹം അതിനെ ആ 25 വർഷങ്ങൾക്കിടയിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെ ഖുർആൻ അവിടെ ക്രോഡീകരിച്ച ഖുർആനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് കാര്യം പറയണം. ഓക്കെ, വിത്ത് ദ സിമ്പിൾ reconcilement of unimportant variations. അപ്പോൾ നമ്മൾ അത് unimportant variations. There is a fullest ground for believing that it was so. അതായത് നമുക്ക് there is every reason, എല്ലാ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ വിശ്വസിക്കാം. No early or trustworthy in tradition throws suspicion upon Uthman's tampering with the Quran in order to support his own claims. There is the fullest ground for no early or trustworthy tradition. പുരാതനമായിട്ടുള്ള സത്യസന്ധമായിട്ട് ഒരു പാരമ്പര്യവുമില്ല. ത്രോ സസ്പീഷ്യൻ അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ ആ വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം ക്രോഡീകരിച്ച, അദ്ദേഹം പ്രിന്റ് ചെയ്തപ്പോൾ തന്റെ സ്വന്തം വാദങ്ങളെ സ്ഥാപിക്കുവാൻ, അദ്ദേഹം ഇതിൽ കൈകടത്തൽ നടത്തി എന്ന് സ്ഥാപിക്കുവാൻ മാത്രം സസ്പീഷ്യനുള്ള സംശയരഹിതമായിട്ടുള്ള ഒരു തെളിവും ട്രഡീഷൻ ആയിട്ടുള്ള പുരാതനമായിട്ടുള്ള ഏർലിയോ സത്യസന്ധമായിട്ടുള്ള ഒരു വാദങ്ങളും നിലനിൽക്കുന്നില്ല. ഇനി തൊട്ടടുത്ത ഒരു സെന്റൻസ്, 2 സെന്റൻസ് ഉണ്ട്, അത് ക്ലിയർ ആവും. The Shia indeed of later times pretend that Uthman left out certain surahs or passages which favored Ali. അലി റളിയല്ലാഹു ബന്ധപ്പെട്ട ചില വചനങ്ങൾ ഉസ്മാൻ അള്ളാഹു മാറ്റി എന്ന് പറയുന്ന വാദം പോലും, ബട്ട് ദിസ് ഈസ് ഇൻക്രെഡിബിൾ, അത് വിശ്വസനീയമല്ല. ഓക്കെ, ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രിന്റ് ചെയ്ത ഖുർആനെ കുറിച്ച്, അതിന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് പറഞ്ഞു. 12 നൂറ്റാണ്ടോളം അത് പ്രിസർവ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ഹെഡിങ്ങിൽ മൂന്നാമത്തെ കാര്യം എത്തിയപ്പോൾ അത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ ബന്ധപ്പെട്ട് അതിനെന്തെങ്കിലും വേരിയേഷൻ അതും ഇല്ലാതെ സ്ഥാപിച്ചു. നാലാമതായി ഷിയാക്കളുടെ പിൽക്കാലഘട്ടത്തിലെ ഷിയാക്കളുടെ വാദം പോലും നിലനിൽക്കുന്നതല്ല എന്ന് ആര് പറയുന്നു? സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള വില്യം മ്യൂയർ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഓറിയന്റലിസ്റ്റ് നേതാവാണ്. ഓറിയന്റലിസ്റ്റിലെ പിതാക്കന്മാരിൽ എണ്ണപ്പെടുന്ന ആളാണ്. ഓറിയന്റലിസ്റ്റുകളുടെ പിതാക്കന്മാർ എന്ന് പറയുന്ന എണ്ണപ്പെടുന്നതിൽ പ്രധാനിയാണ് വില്യം മ്യൂയർ. വില്യം മ്യൂയറിന്റെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം, അതിന്റെ സോഴ്സസ് ഫോർ ദ ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇതിലാണ്, ചാപ്റ്ററിലാണ്, പേജ് നമ്പർ 23-24. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ വേറൊരു ഓറിയന്റലിസ്റ്റിന്റെ പുസ്തകം കൂടി തരാം. അല്ല, എനിക്ക് യാതൊരു സംശയമില്ല. ഖുർആൻ നമ്മള് ഇല്ല, ഞാൻ ബോസ് ബ്രദറോടല്ല സംസാരിച്ചത്. ഞാൻ നേരെ സീറ്റ് പറഞ്ഞ സീറ്റിയെ കൊണ്ട് വായിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ്. ഞാനത് ഈ മറ്റേ നേരത്തെ പറഞ്ഞ ഈ വേരിയേഷൻസുമായി ബന്ധപ്പെട്ട ഹർഫുകളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കൊണ്ടുവന്നതാണ്. ഇനി രണ്ടാമത്തെ ഓറിയന്റലിസ്റ്റ് നേതാവിന്റെ പുസ്തകം കൂടി തരാം. ആൻഡ്രൂ റിപ്പിനും മറ്റൊരു ഓറിയന്റലിസ്റ്റ് ആണ്. ആൻഡ്രൂ റിപ്പിന്റെ പുസ്തകം കൂടി തരാം. അതിന്റെ ഒരു അക്കാഡമിക് സൈഡ് ഞാൻ പറയാം. അതായത് ഇപ്പൊ സാധാരണ രീതിയിൽ നമുക്കൊരു ടെക്സ്റ്റ് ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പുസ്തകം നമുക്ക് ഇന്ന സമയത്ത് വന്നു. ഇപ്പൊ ഇസ്ലാമിക് സോഴ്സസ് പറയുന്നത് ഉസ്മാൻ ഇബ്ൻ അഫൻ
ഖുറാൻ ക്രോഡീകരിച്ചു എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയുന്നത് ഖുറാൻ ആദ്യമായി റിട്ടൺ ഇൻ സ്റ്റോൺ എന്ന് പറയുന്നത് മറ്റേ മസ്ജിദുൽ മറ്റേ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ ഡോം ഓഫ് ദ റോക്കിലാണ് ആദ്യമായിട്ട് ഖുറാൻ വേഴ്സസ് എൻഗ്രേവ് ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് നമുക്ക് യാതൊരു ഖുറാൻ വേഴ്സസ് എൻഗ്രേവ് ചെയ്തിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ ടെർമിനസ് ആൻറ്റിക്വം എന്ന് പറയുന്നത്. ടെർമിനസ് ആൻറ്റിക്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു പീസ് ഒരു ഐറ്റത്തിനെ ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു വിൻഡോ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വിൻഡോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ പീരീഡിന് ശേഷമായിരിക്കണം ഈ തിങ് എക്സിസ്റ്റ് ചെയ്ത്, എന്നാൽ ഈ പീരീഡിന് മുമ്പുമായിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ടെർമിനസ് പോസ്റ്റ്ക്വം ടെർമിനസ് ആൻറ്റിക്വം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഡോം ഓഫ് ദ റോക്ക് ജെറുസലേമിലെ ഡോം ഓഫ് ദ റോക്ക് കൺസ്ട്രക്ട് ചെയ്തത് അബ്ദുൾ മാലിക് ഇബ്നു മർവാനാണ്. അത് 690, 692, 695 ആ ഒരു അല്ലെങ്കിൽ ഹിജറി 80, 60 ആ സമയത്താണ് ഡോം ഓഫ് ദ റോക്ക് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. അത് അപ്പം ഖുറാൻ അതിന് മുമ്പ് വന്നതെന്ന് നമുക്കറിയാം. കാരണം ഖുറാനിക് വേഴ്സസ് ഈ ബിൽഡിങ്ങിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇൻസ്ക്രൈബ് ചെയ്തിരുന്നത്. കാരണം ബിൽഡിങ്ങിന്റെ പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദ, കലിമ ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത്. ഇതെല്ലാമാണ് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എല്ലാ വേഴ്സും ഈശ ഇബ്നു മറിയത്തെ പറ്റിയാണ്. ഈസ ഇബ്നു മറിയം പ്രോഫറ്റ് ആയിരുന്നു, ഈസ ഇബ്നു ഇതാണ് നമ്പർ. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് വേറെ കുറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ഹി ചൂസ് ടു ഡു ദാറ്റ്? ഓക്കെ, പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം അത് നമുക്കറിയാം. അപ്പോൾ ഖുറാൻ അതിനു മുമ്പ് അപ്പോൾ ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജീവിച്ചിരുന്നത് എന്താണ്, ഉമർ മരിച്ച് 645 മുതൽ 655, 660 ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതെന്ന് പറഞ്ഞാൽ ആ കൂടി 30 വർഷത്തെ ഒരു പീരീഡ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക് സോഴ്സ് വെച്ചോ നമ്മളൊരു ലോവർ ബൗണ്ടും നമ്മുടെ മെറ്റീരിയൽ എവിഡൻസ് വെച്ചുകൊണ്ട് അപ്പർ ബൗണ്ടും പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് ഖുറാൻ ഡെഫിനറ്റ്ലി വാസ് എഡിറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ദാറ്റ് പീരിയഡ്. ഞാൻ അതിനും കൂടി ഇപ്പൊ പറഞ്ഞ ബോസ് ബ്രദർ പറഞ്ഞതിന് ഒരു തെളിവ് കൂടി ഉണ്ട്. ആൻഡ്രൂ റിപ്പിൻ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ആൻഡ്രൂ റിപ്പിൻ ഇയാൾ മറ്റൊരു ഓറിയന്റലിസ്റ്റ് ആണ്. അയാളുടെ പുസ്തകമാണ് ഞാൻ മുകളിൽ പിൻ ചെയ്തിരിക്കുന്നത്. അപ്രോച്ചസ് ടു ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഹോളി ഖുർആൻ എന്ന് പറയുന്ന ഒരു ഓറിയന്റലിസ്റ്റിന്റെ പുസ്തകമാണ്. കാരണം നമ്മൾ വിമർശകരുടെ പുസ്തകമാണല്ലോ, നമ്മൾ സാധാരണ ഈ ക്രിട്ടിക്സിന്റെ പുസ്തകത്തിൽ നിന്ന് വാദങ്ങൾ തെളിയിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഇവർക്ക് ഈ വിമർശകർക്ക് പോലും അതിന് അനിശ്ചിതമായിട്ട് അംഗീകരിക്കേണ്ടി വരിക. അപ്പൊ അതിനു വേണ്ടിയുള്ള പുസ്തകമാണ് റിപ്പിൻ, ആൻഡ്രൂ റിപ്പിൻ എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് എഴുതിയ പുസ്തകം അപ്രോച്ചസ് ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഹോളി ഖുർആൻ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. അതിന്റെ പേജ് നമ്പർ ഡുവൽ പേജ് ആണെങ്കിൽ നമ്മൾ പേജ് നമ്പർ PDF സെർച്ച് ചെയ്യണമെങ്കിൽ പേജ് നമ്പർ PDF 27 എടുക്കണം. അതല്ലെങ്കിൽ ആ പ്രിന്റഡ് പേജ് നമ്പർ എടുക്കുകയാണെങ്കിൽ 44. അതിനകത്ത് ആൻഡ്രൂ റിപ്പിൻ ഈ അഡ്രിയാൻ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ഓറിയന്റലിസ്റ്റിന്റെ കോട്ടിങ് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ബോസ് ബ്രദർ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പറ്റുമെങ്കിൽ ബോസ് ബ്രദർ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. പറ്റുമോ? അതിനകത്ത് അത് തുടങ്ങുന്ന ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയൻസ് എന്നല്ലേ, അഡ്രിയാൻ ബ്രാക്കറ്റ് എന്നാണ് ആ പേജിന്റെ ഹെഡിങ്ങിന്റെ പേര്. അഡ്രിയാൻ ബ്രോക്കറ്റ്. നമ്മൾ PDF സെർച്ച് ചെയ്യണമെങ്കിൽ 27 ആണ്. നിങ്ങൾ പ്രിന്റഡ് ആ പേജിൽ പ്രിന്റ്, കാരണം ഇത് ഡുവൽ പേജ് ആണ്, ഒരു പേജിന് 2 പേജ് വെച്ച് വരും. അപ്പൊ നിങ്ങൾ നോക്കണേ 44 എടുക്കണം. അതിനകത്ത് ആ പാരഗ്രാഫ് തന്നെ അത് അതിന്റെ ആ സെക്കൻഡ് സെന്റൻസ് അല്ലെങ്കിൽ തേർഡ് സെന്റൻസ് കൊണ്ട് വായിച്ചാലും മതി. Okay. Leaving aside art and calligraphy, written tradition is characterized by variants resulting from copious errors. Words read accordingly, revised or left out by a careless eye, and by random passages getting lost or being added onto on the basis of other sources. Thus, Thus, if the Quran had been transmitted only orally for the first century, sizable variations between texts such as are seen in the Hadith and pre-Islamic poetry would be found. അതായത് ഖുറാൻ ഓറലി മാത്രം, അതായത് ഹാഫിസുകൾ മാത്രം ഖുറാൻ ബൈഹാർട്ട് ചെയ്ത് വീണ്ടും അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നെങ്കിൽ യു വിൽ സീ ഓൾ കൈൻഡ്സ് ഓഫ് എറേഴ്സ്. കാരണം സ്പെല്ലിങ് ശരിയായ രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വേഴ്സസുകൾ വിട്ടുപോകും, ചില ആയത്തുകൾ വിട്ടുപോകും, ചിലപ്പോൾ ചില ആയത്തുകൾ കൂടി ചേർക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ അതിനെപ്പറ്റി പറയുവാണ്. Thus,
and it had been transmitted only in writing. Sizable variations such as in the different transmissions of the original document of the Constitution of Medina would be found. ഉം. അതേസമയം റൈറ്റിംഗിൽ മാത്രമായിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ സൈസബിൾ സച്ചാസ് ഇൻ ദ ഡിഫറെന്റ് ട്രാൻസ്മിഷൻ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീനയിൽ നമുക്ക് വേരിയേഷൻസ് ഉണ്ട്. കാരണം അതും ഇതുപോലെ റിട്ടേൺ മാത്രമായിരുന്നു. റിട്ടേൺ മാത്രമായി കഴിഞ്ഞാൽ എഴുതിയത് മാത്രം, അതായത് ആൾക്കാരുടെ ബൈഹാർട്ടായിട്ടില്ല, ആൾക്കാർക്ക് അറിയത്തില്ല ഇതിലകത്ത് എന്താ എഴുതിയേക്കെന്ന് അറിയത്തില്ല. പക്ഷെ പുസ്തകം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും നമുക്ക് ഈ വേരിയേഷൻസ് കാണാൻ പറ്റും. അപ്പോ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, But neither is neither the case is with the the case Quran. with the Quran. There must ഇത് be രണ്ടുമല്ല. a parallel written transmission limiting variations in the oral transmission to the graphic form side by side with a parallel oral transmission preserving the written transmission from corruption. അതായത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് ഖുറാൻ രണ്ട് രീതിയിലും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഒന്ന് ആൾക്കാരെ മനപ്പാടമാക്കി അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. രണ്ട്, അതേസമയം തന്നെ സൈഡ് ബൈ സൈഡ് ആയിട്ട് റിട്ടേൺ ആയിട്ടുള്ള കോപ്പികളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എറർസ് ഒത്തിരി കുറഞ്ഞത്. അതോ ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. പിന്നെയും നമുക്ക് ഇനിയും ഖുറാൻ എന്തുകൊണ്ട് ഇത്രയും വെല്ലായിട്ട് പ്രിസർവ് ചെയ്യുന്നുള്ളതിന് കാരണം റോയൽ പാട്രണേജ് ഉണ്ടായിരുന്നു. അത് വേറൊരു കാര്യമാണ്. അത് അല്ല ഞാൻ പറഞ്ഞത്, ഇത് അതിന്റെ ഒരു, അതായത് അദ്ദേഹം ദസ് എന്ന് പറഞ്ഞ അതിന് മുകളിൽ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ആ കൺക്ലൂഡിങ് പാരഗ്രാഫ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ നാഥൻ ചോദിക്കുന്നു പ്രൊഫറ്റിന് വെളിപാടുണ്ടായി. ഓറിയന്റലിസ്റ്റുകൾ, അത് ഓറിയന്റലിസ്റ്റം എന്താന്ന് പറഞ്ഞ മനസ്സിലാക്കി നമുക്ക് ഓറിയന്റലിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഐഡിയോളജി അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്കോളേഴ്സ്, വെസ്റ്റേൺ പാശ്ചാത്യ പണ്ഡിതന്മാർ ഇസ്ലാമിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിനെ മോഡേണൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ നവീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പരിശ്രമിച്ചുണ്ടാക്കിയ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇസ്ലാമിന്റെ പല കാഴ്ചപ്പാടുകൾ അത് ശരിയല്ല, അതിനെ മോശമാണൊക്കെ ചിത്രീകരിക്കാനൊക്കെ. അവർക്ക് പോലും അനിഷേധ്യമായ കാര്യമാണ് ഇത്. അത് മാത്രമല്ല, വെസ്റ്റേൺ ഈ ഓറിയന്റലിസ്റ്റുകള് അവര് എടുക്കുക അവര് വെക്കുന്ന സ്കെയില് ഈ മോഡേൺ ലിബറലിസം, ഫണ്ടമെന്റലിസത്തിന് എതിരായിട്ടുള്ള മറ്റേ ലിബറലിസം, സെക്യുലറിസം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എനിക്ക് വെളിപാടുണ്ടായി എന്ന് പറഞ്ഞ കാലത്ത് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ അറ്റസ്റ്റ് ചെയ്ത് എന്താണ്, അവരെ മുമ്പിൽ ഇന്ന് ലിഖിത രൂപത്തിൽ കിട്ടിയിട്ടുള്ള ആ ഖുർആൻ, അതിന് പ്രവാചകന്റെ കാലഘട്ടമായി ബന്ധമുണ്ടോ, അതിലെന്തെങ്കിലും അതിനെ കുറിച്ചാണ് അവർ കമന്റ് ചെയ്യുക. അല്ലാതെ ഹിറാ ഗുഹയിൽ ഓറിയന്റിസ്റ്റുകൾ പോയിട്ട് പരിശോധിച്ചിട്ട് ഓക്കെ അതിന് ഇങ്ങനെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് വെളിപാടുണ്ടായിരുന്നു സർട്ടിഫൈ ചെയ്യുന്ന അവരുടെ പരിപാടിയല്ല. അവരുടെ പരിപാടി എന്താണ്, അവരുടെ മുമ്പിൽ കുറെ എവിഡൻസസ് ഉണ്ട്, അവരുടെ മുമ്പിൽ കുറെ പുസ്തകങ്ങളുണ്ട്, അതിന് ഓതന്റിസിറ്റി ഉണ്ടോ, അതിന് ഈ മുസ്ലിംസ് ക്ലെയിം ചെയ്യുന്ന പോലെ പ്രൊഫറ്റുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവുമായി അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിന് എന്തെങ്കിലും ഓതന്റിസിറ്റിയോ, അതിന് എന്തെങ്കിലും ഈ എന്താ പറയാ എറേഴ്സ് ഉണ്ടോ, വേരിയേഷൻസ് ഉണ്ടോ, ഈ പറയുന്ന ഈ ഖിറാഅത്തിലെയും ഹർഫുകളിലെയും വ്യത്യാസങ്ങൾ അത് എങ്ങനെയാണ്. ഇതിന് മതപരമായ ഒരു കാര്യം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾ അഫല യതദബ്ബറൂനൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പടച്ച തമ്പുരാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പ്രസന്ന ഭാഗത്ത് നിന്നല്ലായിരുന്നെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ ഹർഫുകളും ഖിറാത്തുകളുടെയും കാര്യം ഉൾപ്പെടെയാണുള്ള വെല്ലുവിളി. ഇപ്പൊ ഒരു പുസ്തകം രണ്ട് ചട്ടകൾക്കകത്തുള്ള പുസ്തകം അത് ദൈവികമല്ല, ഇത് ഒരു റിലീജിയസ് ആസ്പെക്ടിൽ പറയണം, മതപരം ദൈവികമല്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു. ആ വൈരുദ്ധ്യങ്ങൾ ഏത് വിഷയത്തിൽ ഉൾപ്പെടെയാണ്, ഈ ഹർഫുകളിലും ഖിറാത്തുകളിലെയും വ്യത്യാസങ്ങൾ ഉൾപ്പെടെയാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. ആ ഹർഫുകളെയും വേരിയേഷനെ കുറിച്ച് കൂലങ്കഷമായി അനാലിസിസ് ചെയ്ത രണ്ട് ഓറിയന്റലിസ്റ്റ് നേതാക്കളാണ്. ഒന്ന് ആന്റോ റിപ്പിൻ, രണ്ടാമത്തത് വില്യം മ്യൂയർ. വില്യം മ്യൂയർ ഓറിയന്റലിസ്റ്റ് പിതാക്കന്മാർ എന്ന് പറയുന്ന എണ്ണപ്പെട്ട ഫാദേഴ്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഓറിയന്റലിസം അല്ലെങ്കിൽ ഫാദേഴ്സ് ഓഫ് ഓറിയന്റലിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ എല്ലപ്പെടുന്ന ആളാണ് സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ് ആയ വില്യം മ്യൂയർ. വില്യം മ്യൂയറുടെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് നേരത്തെ ബോവാസ് ബ്രദർ വായിച്ചത്. രണ്ടാമത്തത് ആന്റോ റിപ്പിൻ. അദ്ദേഹം ധാരാളം ഓറിയന്റലിസ്റ്റ് നേതാക്കളുടെ കോട്ടിങ്സ് എടുത്ത് കോട്ട് ചെയ്യുന്ന ആളാണ്. അതിനകത്ത് അദ്ദേഹത്തിന്റെ അപ്രോച്ചസ് ടു ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഹോളി ഖുർആൻ എന്ന് പറഞ്ഞ പുസ്തകം, അതിന്റെ പേജ് നമ്പർ 44 എന്നാണ് ഇപ്പോ ഈ ഓറൽ ട്രഡീഷനും റിട്ടേൺ ട്രഡീഷനും തമ്മിലുള്ള പാരലൽ ആയിട്ട് സംരക്ഷിച്ചു പോയതിന്റെ തെളിവാണ് രണ്ടാമത് ബോവാസ് ബ്രദർ വായിച്ചത്. അപ്പോ ഇപ്പൊ പറഞ്ഞില്ല, അതായത് ഓറൽ ട്രഡീഷൻ ആൻഡ് റിട്ടേൺ ട്രഡീഷൻ, എഴുതിയ രീതിയിലും ഖുറാൻ കൈമാറി, അതേസമയം തന്നെ
മനഃപ്പാടമാക്കിയും ആൾക്കാർ കൈമാറി. അതുകൊണ്ടാണ് ഖുറാൻ ഇത്രയും പ്രിസർവ് ആയത്. പക്ഷെ അത് മാത്രമല്ല, വേറെ ഒത്തിരി കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ബുക്സ് ഇത്രയും ലാർജ് നമ്പർ ഓഫ് വേരിയേഷൻസ്? ഇപ്പൊ ഈ മുസ്ലിം തിയോളജിയൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ക്രിസ്ത്യാനികളുടെ പുസ്തകങ്ങളായാലും മുസ്ലിങ്ങളുടെ ജൂതന്മാരുടെ പുസ്തകങ്ങളായാലും ഇത്തിരി കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ കൈകടത്തലുകൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ളതുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒരാളൊരു ഒരു പുസ്തകം എടുത്തു, ബൈബിളിലെ ഒരു പുസ്തകം എടുത്തു, അതിൻ്റെ അകത്തേക്ക് ഇൻസർഷൻ ഒരു കാര്യം എഴുതി ചേർത്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ലാർജ് നമ്പർ, നമ്മൾ ഈ ബൈബിളിലെ കയ്യെഴുത്ത് പ്രതികളിലും പിന്നെ ഹീബ്രു ബൈബിളിലെ പ്രതികളിലൊക്കെ കാണുന്ന ഈ ആയിരക്കണക്കിന് വേരിയേഷൻസ് വരുന്നതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ഈ കൈമാറ്റം വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻ ബൈബിൾ എടുക്കുകയാണെങ്കിൽ 4th നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികൾക്ക് റോയൽ പാട്രണേജ് ഇല്ലായിരുന്നു. കാരണം രാജാവിൻ്റെ ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ ആ കൂടി ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്ത് എഴുതുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ കേസ് അതല്ല. കാരണം ഇസ്ലാം പിറന്നിട്ട് ഇസ്ലാമിൻ്റെ 10 വർഷത്തിൽ തന്നെ ഇസ്ലാം എന്താ പറയുന്ന അവിടെ കണ്ണെത്താ ദൂരത്തോളം ഉള്ള ഒരു വലിയ സാമ്രാജ്യമാണ് കിടക്കുന്നത്. ഓക്കെ, ഈ ഉമറിൻ്റെ കാലമായപ്പോഴത്തേനും പേർഷ്യ കീഴടക്കി, ലെവാൻറ്റ് കീഴടക്കി, നോർത്ത് ആഫ്രിക്ക. പിന്നെ മുസ്ലിങ്ങൾക്ക് അറിയത്തില്ല ഇനി എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് പോലും അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഉമയ്യദ് കാലിഫ്സ് വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഒക്കെ ഇനി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ആ സംഭവം കൊണ്ട് പോകും, നമുക്ക് റൈവലാകും എന്നുള്ള രീതിയിലാണ് അവരിക്കുന്നത്. അത്രയും വലിയ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഇതിനെ ജിഫി നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യമാണ് ഇസ്ലാമിൽ കിട്ടുന്നത്. അപ്പോൾ അത്രയും അതിൻ്റെ ഫണ്ടിങ് ഉണ്ട്. ആ ഫണ്ടിങ് വെച്ചുകൊണ്ട് ലേണർ സ്ക്രൈബ്സിനെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അതില്ല. കാരണം 4th നൂറ്റാണ്ട് ഈ സാധാരണ ക്രിസ്ത്യാനികളാണ് ഇത് മുഴുവൻ എഴുതുന്നതും കോപ്പി ചെയ്യുന്നതൊക്കെ. അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോപ്പി ചെയ്യുന്ന ആൾക്കാർ ശരിക്കും നിരക്ഷരരായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒത്തിരി ആൾക്കാർ അങ്ങനെ ഉണ്ട്. അതായത് ഒത്തിരി ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു. സുറിയാനി വായിക്കാൻ അറിയാം, പക്ഷെ വായിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, മീനിങ് അറിയത്തില്ല. കാരണം ഇത് ഈ സെമറ്റിക് ആൽഫബറ്റിലാ കൂടി കുറച്ച് ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ലെറ്റേഴ്സ് നോക്കി കൂട്ടി വായിക്കാൻ പറ്റും, പക്ഷെ വായിക്കുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്യുന്ന സാധനം ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. നേരത്തെ കിട്ടിയ സാധനം അതേപടി കോപ്പി ചെയ്ത് വെക്കും. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുന്ന എറേഴ്സ് ഇങ്ങനെ പരമ്പരയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പുസ്തകങ്ങളിലെല്ലാം കൂടും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന തൗസൻഡ്സ് ഓഫ് വേരിയേഷൻസ് ഉണ്ടായത്. പിന്നെ അതുകൂടാതെ ആൾക്കാർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇൻസേർഷൻസ് നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ബൈബിൾ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാൻ ബി റീകൺസ്ട്രക്ട് ആൻ ഒറിജിനൽ വെർഷൻ. അങ്ങനെ ഒറിജിനൽ വെർഷൻ പല ക്രിസ്ത്യൻ ടെക്സ്റ്റിന്റെ പല ഒറിജിനൽ വെർഷൻസ് ഉണ്ട്. പക്ഷെ വി ക്യാൻ നെവർ ബി ഷുവർ വെദർ ഇറ്റ് വിൽ ബി ഇറ്റ് ഈസ് എക്സാക്ട്ലി ദാറ്റ്. കാരണം നമുക്ക് ഇതിൻ്റെ ഒന്നും ഒറിജിനൽ കോപ്പീസ് ഒന്നും നമുക്കില്ല. നമുക്ക് ഇപ്പോൾ പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിന്റെ ക്രിട്ടിക്കൽ എഡിഷൻസ് എല്ലാം നമ്മൾ ബേസ് ചെയ്യുന്ന മെസോററ്റിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ മസോററ്റിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന 8th നൂറ്റാണ്ട് 9th നൂറ്റാണ്ട് സമയത്ത് എഴുതപ്പെടുന്ന ടെക്സ്റ്റിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ എഡിഷൻ. അത് പിന്നീട് ചാവുകടലിൽ ചുരുളുകൾ കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ അത് വെച്ചോണ്ട് വീണ്ടും ബ്രദർ ഈ സാദിയ ഗാബോൺ എന്ന് പറഞ്ഞ റബ്ബി അറിയോ? യഹൂദ റബ്ബിനെ അറിയോ? സാദിയ ഗാബോൺ അറിയില്ലോ. ആരാ ഇത്? 10th നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ്. റാഫ് സാദിയ ഗാബോൺ. ഈ സഫാരിയ എന്ന് പറഞ്ഞുള്ള യഹൂദന്മാരുടെ ബുക്ക് ലൈബ്രറി അതിനകത്ത് ബോസ് ബ്രദർ പരിശോധിച്ചിട്ടുണ്ടാവും. ബോസ് ബ്രദർ ഞാൻ സഫാരിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. സഫാരിയയില് ഞാൻ പറയാം ഒരു മിനിറ്റ്. സഫാരി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. എന്റെ ആപ്പ് ഉണ്ട് അതിന്റെ. വെരി ഗുഡ്. എന്റെ ആപ്പ് അല്ല, എന്റെ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് ഈ തനാഖ് അല്ലേ, ഫസ്റ്റ് ഹെഡിങ് തനാഖ് അല്ലേ? തനാഖ് ക്ലിക്ക് ചെയ്യുമ്പോ തനാഖിനകത്ത് ആദ്യം തോറ ഉണ്ട്, ഓക്കെ, പിന്നെ പ്രൊഫറ്റ്സ് ഉണ്ട്, പിന്നെ താഴോട്ട് വരുമ്പോ റൈറ്റിംഗ്സ് ഉണ്ട്, പിന്നെ താഴോട്ട് വരുമ്പോ ഈ തർഗൂം ഉണ്ട്. തർഗൂമിന്റെ 3ാമത്തെ ഹെഡിങ് ആണ് തഫ്സീർ റസാഖ്. അത് റാഫ് സാദിയ ഗാബോൺ, ഇൻഫ്ലുവൻഷ്യൽ 10th century translation of the Torah into the Arabic using Hebrew characters. ഓക്കെ, അതിനകത്ത് ആകെ ഈ 5 പഞ്ചപുസ്തകങ്ങളുടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതില് ഈ
ഉം, ആവർത്തന പുസ്തകം അതിനകത്ത് ഈ അള്ളാഹു എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉം. സർവശക്തി അതാ അതില് ഇപ്പൊ ഒരു ഉം, ഉദാഹരണത്തിന് ഇപ്പോ ഈ നിയമാവർത്തന പുസ്തകം 6:4 ഉം. നോക്കുമ്പോ ഒരു സെക്കൻഡ്. 6:4 തഫ്സീർ റസാഖ് നിയമാവർത്തനം ഡ്യൂട്രോണമി 6:4. ഉം. Know that Israel, that Allah is our Lord, Allah is one. അതിന്റെ Then Shema is. ഹിബ്രുവിലും അള്ളാഹ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഹിബ്രുവിലും വാസ്ബർ എനിക്ക് ഹിബ്രു അറിയില്ല, ഒരു അതാണ് സെക്കൻഡ് ചോദിച്ചത്. ഇപ്പൊ വായിക്കാം. ഉം. ഹിബ്രുവിൽ എഴുതിയേക്കുന്നത് എന്തെന്ന് നോക്കട്ടെ. യാ അല്ലാഹ്. ഐ മീൻ ആണോ? വവൽസ് എഴുതിയിട്ടില്ല. ആലിഫ് ലാമദ് ലാമദ് ഹേ അല്ലാഹ്. ആണോ? ഓക്കെ 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 അപ്പൊ വവൽസ് എഴുതിയിട്ടില്ല. അപ്പൊ പക്ഷെ അല്ല ചോദിച്ചതേ ഉള്ളൂ. രണ്ട് അല്ല എണ്ണം ഞാൻ ഉള്ളതുകൊണ്ട് പറഞ്ഞത് അല്ല ഞാനത് ആദ്യം നമ്മൾ 8th or 9th സെഞ്ചുറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചോദിച്ചത്. 10th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന സാദിയ ഗാവോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് എനിക്കറിയാം, അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ലീഡറാണ് 10ാം നൂറ്റാണ്ടിൽ. അല്ല ഞാൻ പറയാം, ഇപ്പൊ ഈ എലോഹിം ആലാഹ, എലോഹിം എലോഹ് എന്ന് ഹീബ്രുവിലും ആലാഹ എന്ന് സുറിയാനിയിലും ഇലാഹ് എന്ന് അറബിയിലുണ്ട്. അത് കോഗ്നേറ്റ് ആണ്. കോഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒറിജിൻ ആണ്. ആ കൂടി വവൽ ഷിഫ്റ്റ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചേഞ്ച് ചെയ്യപ്പെടുന്ന ഇപ്പൊ പല ജനറേഷൻസ് കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യം ഷിഫ്റ്റ് സംഭവിക്കുന്നത് വവൽസിനാണ്. ഇപ്പോ എന്താ പറയുന്ന പൊട്ടറ്റോ എന്നുള്ളത് പട്ടറ്റോ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാപ്പ്. അപ്പൊ അമേരിക്കൻസ് പറയുന്നില്ല സ്റ്റാപ്പ്, സ്റ്റോപ്പ് എന്നുള്ളതിനെ സ്റ്റാപ്പ് എന്ന് പറയും. അപ്പോൾ ഓ ആയ എന്ന് പറയും. അപ്പോൾ വവൽ ഷിഫ്റ്റ്സ് ആണ് എപ്പോഴും ഏറ്റവും ആദ്യം സംഭവിക്കുന്ന സംഭവം. അപ്പോൾ ആ രീതി പറയുമ്പോൾ ഇലാഹ്, ആലാഹ, എലോഹ് ഇതെല്ലാം കോഗ്നേറ്റ് ആണ്. പക്ഷേ അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാമത് 2 തവണ വരുന്നുണ്ട്. ലാമത് 2 തവണ വരുന്നത് നമ്മൾ വേറെ ഒരിടത്തും കാണുന്നില്ല. അപ്പോൾ അതൊരു പെക്യൂലിയർ ഇതാണ്. പക്ഷെ അത് അങ്ങനെയാണോ അവിടെ വിഭജിക്കുന്നത്? ലാം ഇവിടെ 2 വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ആലിഫ് ലാമദ് ഹേ അങ്ങനെ എഴുതിയിരിക്കുന്നത്. 2 ലാമദ്. അപ്പൊ സ്പെസിഫിക് വേർഡ് ആണ്, സ്പെസിഫിക് പ്രോപ്പർ ആണ്. നൗൺ ആണ്, That then is very പ്രോപ്പർ clear. നൗൺ. Yes, yes, yes. ഓക്കെ മാഷാഅല്ലാ. ഓക്കെ, അത് ഞാൻ ആരെങ്കിലും അറിയുന്ന ആളോട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതില് താങ്കൾക്ക് അത് ഒതന്റിക് ആയതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ആ വിഷയം ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ജസാക്കല്ലാഹ് ഖൈർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോ അക്കാഡമിക് ഡിസ്കഷന് പോയോ? ബോസ് ബ്രദർ പോയോ? ഇത്തരം അക്കാഡമിക് ഡിസ്കഷൻസിന് ക്രിസംഗികള് ഫിറ്റല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ക്രിസംഗികളുടെ അടുത്തെടുത്തിട്ടല്ല അവര് എന്തോ വലിയ സംഭവം, അവരെന്തോ കുറ്റം പറയണമല്ലോ. അവർക്ക് വേദക്കാരെ കുറിച്ച് നമ്മള് സംസാരിക്കുമ്പോഴേ വിശുദ്ധ ഖുറാനിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു ആയത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത്. ഇത് ഇപ്പൊ വിശുദ്ധ ഖുറാനിൽ വേദക്കാരെ പല തട്ടുകളായി തിരിച്ചിട്ട് പല രീതിയിൽ ഖുറാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്.